ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സിനിമ റിവ്യൂ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഫേസ് കാണിച്ചുള്ള ഗെയിമിംഗ് ഉണ്ട്. അത് ഞാൻ ലിങ്ക് അറിഞ്ഞ കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പം ചിലപ്പം സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളാണ്. എന്നിട്ട് മൈക്കാണ്, അത് നല്ല രീതിയിൽ സൗണ്ട് എടുക്കുന്ന മൈക്ക്, ഫാനിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ദൃശ്യം മൂവിയെ റിവ്യൂ ആണ് പറയാൻ വന്നത്. ദൃശ്യം ഇറങ്ങിയിട്ട് കുറേ ദിവസമായി, കുറേ പ്രശ്നങ്ങളാണ്, എടുക്കാൻ പറ്റില്ല. നാളെ കാട്ടാളം കാണാൻ പോകും ചിലപ്പം. അങ്ങനെയാണെങ്കിൽ കാട്ടാളന്റെ റിവ്യൂ നമ്മൾ നാളെ ഇടും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇടും, മിക്കവാറും നാളെ ഇടും. സോ അപ്പം ദൃശ്യം കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹൈപ്പ് വെച്ച് പോയത്. കാര്യം ഇപ്പൊ എന്തായിരിക്കും, അടുത്തെന്താണ്, ഇത്ര ദിവസം കണ്ടത് അടിപൊളിയായിരുന്നില്ല, അപ്പൊ ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു വിചാരമേ വേണ്ട. അതായത് വിചാരിച്ചോ, പക്ഷെ അത്രയും ഹൈപ്പ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹൈപ്പിനൊത്തൊരു സാധനം കിട്ടൂല. കച്ചാൻ എന്താ പറയാ, നമ്മളിപ്പോ ഇന്നൊരു കാര്യം വരും, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം വരും, ജീവനോട് വരും എന്ന് കുറെ ചോദിച്ചു. അപ്പൊ അതും ഈ ആഴ്ച പോണ മണ്ടന്മാരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിനുള്ള കിട്ടൂല. അതുകൊണ്ട് പ്ലീസ് ആരും ഹൈപ്പ് കൊടുക്കാൻ പോയാൽ ഇത് പടം വിഷയമാണ്. ഫസ്റ്റ് ഹാഫ് ഏകദേശം ലാഗ് പോലെ പറയാൻ ആക്ഷൻ പടം അല്ലല്ലോ. അറിയാലോ, ജിത്തു ജോസിന്റെ പടം മാക്സിമം ആക്ഷൻ പടം ഇങ്ങനെ തുടക്കത്തിൽ, അതായത് ദൃശ്യം ആക്ഷൻ പടം അല്ലല്ലോ. അതുകൊണ്ട് ആക്ഷൻ പടം ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ലാഗ് അടിക്കും, പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് അടിപൊളി. പിന്നെ ഇഷ്ടം മോഹൻലാൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാധാരണ ഫസ്റ്റ് ഹാഫ് ആണ് നമ്മൾ വിചാരിക്കും ആക്ഷൻ പടം, കോമഡിയും കുറവല്ലേ, അതുകൊണ്ട് ലാഗ് പോലെ തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ ലാഗ് അയ്യേ കൊള്ളില്ല, ഇറങ്ങി പോയാലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിന് നമ്മൾ വിചാരിക്കും ഫസ്റ്റ് ഹാഫിനാണെങ്കിൽ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു, അത്രയ്ക്ക് അടിപൊളി പടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഹൈപ്പ് കയറി പോകണമെന്നില്ല. കാര്യം എനിക്ക് വേറൊരു രീതിയാണ് സിനിമ, അതായത് നിങ്ങൾക്ക് വേറൊരു രീതിയായിരിക്കും. ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ ഇഷ്ടപ്പെടാനില്ല. എന്റെ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. സോ നിങ്ങൾ അങ്ങനെ ഹൈപ്പൊന്നും കൊടുത്ത് പോകണ്ട. നോർമലി ഒരു ഫിലിം അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നാളെ കാട്ടാളന്റെ റിവ്യൂ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഒന്നത് സ്പോയിൽ ചെയ്ത് പേടിക്ക് വേണ്ട, ഞാൻ സ്പോയിലൊന്നും ചെയ്തില്ല. കറക്റ്റ് റിവ്യൂ പറയത്തുള്ളൂ. സത്യം എന്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറയാണ്, എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് 4 ഇറങ്ങോണ്ടാവുന്നു. പിന്നെ ഈ സിനിമ 4 ദൃശ്യം 4 വരെ വെച്ച് നിർത്താം. 4 ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 5 പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. 4 വരെയാണെങ്കിൽ ഓക്കെയാണ്. 5 പോയി കഴിഞ്ഞാൽ ലാഗ് ആവും, പിന്നെ ആൾക്കാർ ഏറ്റെടുക്കാതെ ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് 4 വരെ പോയി അടിപൊളി സിനിമയാണ്, നിങ്ങളത് പോയി കാണുക. നമ്മൾ വിചാരിക്കും പോലത്തെ ഒരു സിനിമ അല്ല ഇത്. നിങ്ങൾ വിചാരിച്ചവും എന്താണ്, ജോർജ് കുട്ടി അല്ല, ജീത്തു ജോസഫ് ആണോ ക്ലാസിക് ക്രിമിനൽ. കാര്യം അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ജിത്തു ജോസഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു മനുഷ്യന് പോലും വേറെ രീതി, ഒരു മനുഷ്യൻ ചിന്തിക്കാത്ത കാര്യമാണ് ജിത്തു ജോസഫ് ചിന്തിക്കുക. അപ്പം ആലോചിച്ച് നോക്കുക. എനിക്കെന്തായാലും പടം ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. ചിലപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും, ഷോർട്ട് വീഡിയോ ചെയ്യില്ല, ഒരു 3-4 മിനിറ്റ് ലോങ് വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ സോ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ ഞാൻ പറയാ, ലാലേട്ടനായാലും മറ്റേ മീന മേളായാലും ആരായാലും അടിപൊളിയായിട്ട്. ഷാൻഡി പെരുമ്പോഴാണെങ്കിൽ പോലെ, അന്നെ പെരുമ്പോഴെ എനിക്കറിയത്തില്ല, കാര്യം കുറച്ച് റോളേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അടിപൊളിയാണ്. അതായത് അപ്പം ഒരു റീമേക്ക് ഇറക്കിയാൽ പോലും ആർക്കും ചെയ്യാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക എന്നാണ്. എന്റെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ പോയി കാണുക, അടിപൊളി പടമാണ്. ഒരു സൗണ്ട് കൂടുതലാണോ ഡൗട്ടാണ് എനിക്ക്, നോക്കിയാൽ അറിയാത്തുള്ളൂ. ഞാനിപ്പോ എന്തായാലും രണ്ടാമതെടുക്കും തോന്നുന്നുള്ള വീഡിയോ ആദ്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇനിയിപ്പം ഒരു എന്തെങ്കിലും സിനിമ കാണാതിരിക്കുകയാണ്, കാട്ടാള ഏറായിട്ടുള്ള മൂവി ആയിട്ട് കാണാൻ പറ്റുന്നത് എല്ലാവർക്കും. സോ എന്തെങ്കിലും നല്ല സിനിമ കാണാതിരിക്കുകയാണ്, ഇപ്പൊ എന്ത് കാണും എന്നുള്ളതുണ്ടെങ്കിൽ ദൃശ്യം കാണുക. കാര്യം നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ പറയാനുള്ള. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും, മാക്സിമം നോക്കുക. കാരണം വെച്ചാൽ ഈ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇറങ്ങും ഫോൺ, അതായത് OTT ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് അതുവരെ കാത്തു നിൽക്കാതെ പോയി കാണുക, അതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെ, കാര്യം തിയേറ്ററിൽ പോയി കാണണം, അറിയാലോ. പിന്നെ ഈ തിയേറ്ററിൽ പോയി കാണാൻ സമയമാണ്. അതപ്പോ നിങ്ങൾ കിട്ടിയ നിങ്ങൾ കൊടുക്കരുത്, അതായത് ഷെയർ ചെയ്ത് കൊടുക്കരുത് പ്ലീസ്. തിയേറ്ററിൽ പിന്നെ അങ്ങനെ ആർക്കും കൊടുക്കരുത്. ഓക്കെ, നിങ്ങൾ കാണുകയും ചെയ്യരുത്. ഒരു സിനിമ ഒരാൾ കഷ്ടപ്പെട്ട ഒരു ഇന്ന പൈസക്ക് എത്ര കോടി മുതൽ കളയാൻ എടുക്കണം അവര്. അപ്പൊ അവരെല്ലാം കാണും എന്തെങ്കിലുമൊക്കെ. അപ്പൊ നിങ്ങൾ കാണരുത്. എന്തായാലും നിങ്ങൾ പോവുക, കാണുക, അഭിപ്രായങ്ങൾ പറയുക കമന്റ് ബോക്സിൽ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. കുറച്ച് ചെറിയ വീഡിയോ ആണ്, നാളെ കാട്ടാളന്റെ വീഡിയോ വരും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പൊ എല്ലാവരും പോയി ദൃശ്യം കാണുക, വെറുതെ തിയേറ്ററിൽ വിളിച്ച് കളഞ്ഞ് മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. ബൈ ബൈ ബൈ.